ഹായ് ഹലോ, നമുക്കൊരു ഔട്ടിങ് കണ്ടാലോ? അപ്പോൾ ഒരു ഈവനിങ് ഔട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുളിച്ച് റെഡിയായി സുന്ദര കുട്ടപ്പനും കുട്ടപ്പികളൊക്കെ ആയിട്ട് ഞങ്ങളിതാ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ ഓലയാണ് നമ്മുടെ സഹചാരി. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങുന്നത് എനിക്ക് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫ് ആവാനും നല്ലൊരു മൈൻഡ് റിഫ്രഷ് ആവാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ പുതിയൊരു പാലം പണിതിട്ടുണ്ടായിരുന്നു, അതിലെ കൂടെ ഒക്കെ കയറി. പിന്നെ നമുക്ക് മസാല ദോശ കഴിക്കാം. എന്നും ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് മസാല ദോശയാണ് സച്ചൂട്ടനും. ഞങ്ങൾ രണ്ടുപേർക്കും മസാല ദോശ എവിടെ പോയാലും ഏത് ഹോട്ടലിൽ പോയാലും ഞങ്ങൾക്ക് മസാല ദോശയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ മസാല ദോശ കഴിക്കും. ഞാൻ മസാല അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ദോശ കഴിക്കും. സച്ചു ആ മസാല ദോശയുടെ മുരിഞ്ഞ ഭാഗങ്ങൾ മാത്രം കഴിക്കും. പിന്നെ ഞാനൊരു ചായയും കുടിക്കും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. പിന്നെ ചേട്ടന് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം കേട്ടോ. അവരും പൊറോട്ടയും എന്തോ കറിയൊക്കെ എന്താണ് വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ പിന്നെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. നല്ലതാണോ, ഉപ്പുണ്ടോ, മുളകുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ. പല സ്ഥലത്തും ഞാനിങ്ങനെ എന്താ പറയുക, മസാല ദോശയെ പറ്റി അഭിപ്രായം പറയാൻ ഭയങ്കര മിടുക്കത്തിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ മസാല ദോശ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തൊപ്പിയൊക്കെ നേരെ വെച്ച് സച്ചൂട്ടനെ ഒന്ന് ഫോട്ടോയിലൊക്കെ ഉൾപ്പെടുത്തി ഒന്ന് വീഡിയോയിലൊക്കെ ഒന്ന് കാണിച്ച് ഹായ് ഹായ് എന്നൊക്കെ പറയിപ്പിക്കാനൊക്കെ പറഞ്ഞ് ശ്രമിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് വരുന്ന വഴിക്ക് ഇത് ഈ ഒരു ചെടി കണ്ട കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിലയൊക്കെ കൊടുത്ത് നമുക്കിങ്ങനെ ഗാർഡനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിക്കുന്ന ചെടിയാണെന്ന് തോന്നുന്നു. നല്ല ഭയങ്കര ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, നല്ല രസമുള്ള പോലെ. അതേപോലത്തെ ഒരെണ്ണം വേറൊരെണ്ണം കണ്ടു. അത് ഇത് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ചൊറിയൻ ചേമ്പ് പോലത്തെ സാമ്യമൊക്കെ ഉണ്ട്, എന്നാലും അതിൻ്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. ഇത് വേറെ ഇലയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്കുട്ടൻ കുസൃതി തുടങ്ങി.